സദ്യകളിൽ നിറം കൊണ്ട് നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ടും ചേർക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. എത്രത്തോളം കനം കുറച്ച് അരിയുന്നവോ അത്രത്തോളം ഭംഗി ഉണ്ടാവും, അതേപോലെ വേവാനും എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് തേങ്ങയാണ്. ബീട്രൂട്ട് അരിഞ്ഞതിന് ശേഷം എത്ര അളവുണ്ടോ അതേ അളവിൽ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് അധികം പുളിപ്പില്ലാത്ത കട്ടയെ കുടച്ചിട്ടുള്ള തൈരാണ്. ഞാനിപ്പോൾ തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നൈസ് അല്ലാതെ കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, കല്ലുപ്പ്, കറിവേപ്പില, പിന്നെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം വെള്ളം പെട്ടെന്ന് വറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ബീട്രൂട്ട് വേവണോടം വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഏകദേശം 8 മുതൽ 9 മിനിറ്റ് കൊണ്ട് ബീട്രൂട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചട്ടിയുടെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, ഞാനത് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കൂട്ട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിള വരരുത്. ഇപ്പം ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം തൈര് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ അടുപ്പത്തുനിന്ന് ചട്ടി ഇറക്കി വെക്കുകയാണ്. കാരണം തൈര് ചൂടാവാൻ ആ ചട്ടിയുടെ ചൂട് തന്നെ ധാരാളമാണ്. ഇനി അവസാനമായിട്ട് ഇതിനൊരു താളിപ്പ് കൊടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സദ്യ വിഭവമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.